പറയുന്നത്. ഇടുക്കി തൊടുപുഴയിൽ കടയിലേക്ക് പാഞ്ഞു കയറി തെരുവുനായ ആക്രമണം, 5 പേർക്കാണ് പരിക്ക്, കടിയേറ്റു. വിവരങ്ങളുമായി ലാൽകൃഷ്ണൻ ചേരുന്നു. ലാൽ, തെരുവുനായ ജീവനോടുണ്ടോ? തെരുവുനായ ജീവനോടെ ഉണ്ട്. ആളുകൾക്കും ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് വലിയ ആശ്വാസകരമായ കാര്യം. രാവിലെ ഒരു 8:30 കൂടിയാണ്, അതായത് കട തുറന്ന് കടയുടെ മുമ്പിൽ ആളുകളെല്ലാം ഇരിക്കുമ്പോൾ വഴിയിലൂടെ പോയൊരു തെരുവുനായ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ നേരെ കടയിലേക്ക് പാഞ്ഞു വരുന്നു. കടയിലിരിക്കുന്നവരെല്ലാം അറിഞ്ഞും പറഞ്ഞ് കടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. ആളുകൾ പെട്ടെന്ന് പരിഭ്രാന്തരായി. കാരണം ഈ 8:30 കൂടി സമീപത്തൊരു സ്കൂളൊക്കെ ഉണ്ട്. ഈ എറണാകുളം തൊടുപുഴ മേഖലയുടെ ഒരു പരിധി, ഒരു അതിർത്തി മേഖല എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കലൂർ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ തെരുവുനായയുടെ കടി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സ്കൂളിലേക്ക് കുട്ടികൾ ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്, മറ്റേ യാത്രക്കാർ ജോലിക്കായിട്ട് പോകുന്നവരുണ്ട്, യാത്രക്കാരുണ്ട്. ഇവരെല്ലാം ഈ റോഡിലൂടെ പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് ഒരു കാരണവുമില്ലാണ്ട് ഒരു തെരുവുനായ കടയിലേക്ക് പാഞ്ഞു കയറി വരുന്നതും കടയിലുള്ളവരെല്ലാം കടിക്കുന്നതും. ആളുകളെല്ലാം പെട്ടെന്ന് പരിഭ്രാന്തരായി ഒച്ചയും ബഹളം ഉണ്ടാക്കി. ഈ ഒച്ചയും ബഹളവും കേട്ടിട്ടാണ് ഈ നായ പുറത്തേക്ക് ഇറങ്ങി ഓടി മറയുന്നത്. ആളുകളെ എന്തായാലും ആശുപത്രിയിലേക്ക് മാറ്റി. 2 പേരെ കാലിന് സാരമായി പരിക്കുണ്ട്. അവർ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രശ്നം ഇവിടെ വളരെ രൂക്ഷമായിട്ട് മാറുന്നത് ഈ കല്ലൂർ മേഖലയിൽ മാത്രമല്ല, തൊടുപുഴ മേഖലയിലടക്കം വലിയ രീതിയിലുള്ള തെരുവുനായയുടെ ശല്യമുണ്ട്. അതിനെതിരെ നാട്ടുകാർ പല പരാതികളും പറയുന്നുണ്ട്. പക്ഷേ ഇടുക്കി ജില്ലയിൽ ഒരു അത് ഞാൻ പറഞ്ഞു കേരളത്തിൽ, ഡൽഹി തന്നെ പ്രശ്നമുള്ളൂ. കേരളത്തിൽ അത് എവിടെ അല്ലാത്ത തെരുവുനായ, ഈ പറഞ്ഞ നായവാഴും തെരുവുകളല്ലാതെ ഏതെങ്കിലും തെരുവ് കേരളത്തിൽ കാണാനുണ്ടോ?